അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യനായ ISMൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേലേതിൽ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ഫിറോസ്, വേദിയിരിക്കുന്ന പ്രഗത്ഭരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2023-26 വർഷത്തെ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ അവസാന ദിവസം ഇന്നൊരു പുതിയ കമ്മിറ്റി പ്രഖ്യാപിക്കുകയാണ്. 2023 തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി ഇന്ന് ഇവിടെ വെച്ച് ഇവിടെ പറഞ്ഞു പോകും. ഒരു വലിയൊരു സംഗമമാക്കി ഇവിടെ ഒരു കൗൺസിൽ കൂടി സമാപിക്കണം എന്നുള്ള ഒരു കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇങ്ങനെയുള്ളൊരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, വലിയൊരു വിജയം തന്നെയാണ്. 4,00,000-ഓളം പ്രതിനിധികളുള്ള, മെമ്പർമാരുള്ള നമ്മുടെ ISMൻ്റെ യുവജന കരുത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കീ പോസ്റ്റിലുള്ള ശാഖ മുതൽ സംസ്ഥാന വരെയുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്നിൻ്റെ സമൂഹം അധാർമികതയിലേക്കും അശ്ലീലതകളിലേക്കും ഒക്കെ കുപ്പുകുത്തുന്ന സന്ദർഭത്തിൽ ധാർമ്മിക ബോധം ജീവിതത്തിൽ പലർത്തി നന്മ ചെയ്യുന്ന ഒരു കൂട്ടം യുവാക്കളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുവജന സംഘടനയാണ് ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ. അള്ളാഹുവിൻ്റെ മഹാ അനുഗ്രഹത്താൽ ഈ കാലയളവിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് അതിൻ്റെ കണ്ടു കഴിഞ്ഞു. അതൊരു ഷോ പ്രകടനമോ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനമോ അതല്ല, നാട്ടുകാരൊക്കെ അത് കാണട്ടെ എന്നുള്ളതല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് അതിൻ്റെ പ്രതിഫലം കിട്ടണമെന്ന വലിയ ലക്ഷ്യവുമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി ISM രംഗത്തിറങ്ങുന്നത്. ഇന്നിൻ്റെ സമൂഹം മൊബൈൽ ഫോണുകൾക്ക്, സോഷ്യൽ മീഡിയകൾക്ക് അടിമപ്പെട്ട് നാടിനോടോ സമൂഹത്തിനോടോ ബന്ധമില്ലാതെ, ബാധ്യതയില്ലാതെ കടന്നു പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ യുവജന സംഘടന അവരുടെ കീ പോസ്റ്റിലുള്ള ഒരാൾ പറഞ്ഞത്, അവർക്ക് പ്രകടനത്തിന് ആളുകളെ കിട്ടണമെങ്കിൽ വൈകുന്നേരം ഇത്ര കുപ്പി നിങ്ങൾക്ക് ഓഫർ ചെയ്യാമെന്ന് പറയണം പോലും. ഇത്ര കുപ്പി ഓഫർ ചെയ്താൽ പ്രകടനത്തും. ആ രൂപത്തിൽ യുവാക്കളെ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യുവജന സംഘടനകളിൽ പോലും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ലക്ഷ്യങ്ങൾ മറന്ന് കൃത്യമായ ബാധ്യത നിറവേറ്റാതെ സമൂഹത്തോടും കുടുംബത്തോടും നാടിനോടും അതിനുള്ള ബാധ്യത നിറവേറ്റാതെ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഇന്ന് കാണാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു കല്യാണപ്പുരയിൽ ആഭാസങ്ങൾക്ക് നേർത്ത് നിൽക്കുന്നത് ഒരു കൂട്ടം യുവാക്കളാണ്. അവർ പ്രത്യേക ഡ്രസ്സ് ധരിച്ചിട്ട് അവിടത്തേക്ക് കടന്നു വരിക. അവിടുത്തുള്ള വരം വരുന്നത് മയ്യത്ത് കട്ടിലില്ല. മയ്യത്ത് കട്ടിലിൽ കഫം ചെയ്ത് മൂക്കിൽ പഞ്ഞി വെച്ച് അവിടത്തേക്ക് എടുത്തു കൊണ്ടുവരിക. കൂടെയുള്ള ആളുകൾ പ്രത്യേക ഡ്രസ്സ് അണിഞ്ഞ് കൂടെയുള്ള ആളുകൾ കല്യാണ വീട്ടിലേക്ക്, വിവാഹ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുവരിക. മരിച്ചിട്ട് കൊണ്ടുവരികയല്ല, അവിടെ വിവാഹം കഴിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് ആ ചെറുപ്പക്കാരനെ. ഈ രൂപത്തിൽ ആഭാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഒരു കൂട്ടം ആളുകൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നന്മ ചെയ്യുന്ന ആളുകൾക്ക് നന്മകൾ ഉപദേശിക്കുന്ന, ദീൻ ഉപദേശിക്കുന്ന, അതിനുവേണ്ടി ഒത്തുകൂടുന്ന ഒരു വിഭാഗമായി നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അതിൽ നമുക്ക് അഭിമാനിക്കാം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഈ കൂട്ടായ്മ മറ്റു പല തിരക്കുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടും
നമ്മൾ ഓടിയെത്തിയത് ആ ദീനിൻ്റെ കൂടെ നിന്ന് നമ്മുടെ നാടിന് നമ്മുടെ ദീൻ പ്രചരിപ്പിക്കാൻ മുന്നിൽ നിൽക്കാൻ വേണ്ടി തന്നെയാണ്, ഒരു സംശയവുമില്ല. ISMൻ്റെ ഓരോ വകുപ്പുകൾ എടുത്ത് നോക്കുമ്പോഴും ഈലാഫിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങ് വയനാട്ടിലും മലപ്പുറം ജില്ലയിലും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായ സമയത്ത് ISMൻ്റെ ഈലാഫിൻ്റെ പ്രവർത്തകർ ഓടിച്ചെന്നു. അവരുടെ സേവനങ്ങൾ അവിടെ നിർവഹിച്ചു, ആളുകളെ സഹായിച്ചു, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു. ഒരു ദിവസം കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാടിനെ പിടിച്ചുകുലുക്കിയ സമയത്ത്, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന സമയത്ത്, ഓരോ മയ്യത്തുകളും കബറടക്കാൻ പോലും കഴിയാതെ, ആളുകൾ അതിൻ്റെ അടുത്തേക്ക് പോലും പ്രവേശിക്കാൻ ധൈര്യം കാണിക്കാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ ISMൻ്റെ ഈലാഫിൻ്റെ പ്രവർത്തകർ ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. കോവിഡ് ഏറ്റവും ക്രൂരമായി നൃത്തമാടുന്ന സമയത്ത് എനിക്കറിയാം, ഒരു സഹോദരൻ വിളിച്ചു. ഇസ്ലാഹി കുടുംബത്തിൽപ്പെട്ട ആളല്ല. അദ്ദേഹം പറഞ്ഞു, ബാപ്പ ഇസ്ലാഹി കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാ, മരണപ്പെട്ടിരിക്കുന്നു. ഈ പരിസരത്തൊക്കെ ഇസ്ലാഹി കുടുംബങ്ങളോ പള്ളികളോ ഇല്ല. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം, മയ്യത്ത് കബറടക്കണം, നിങ്ങളുടെ സഹായം വേണം. ISMൻ്റെ ഈലാഫിനെ ബന്ധപ്പെട്ടു. അവിടത്തേക്ക് കുതിച്ചെത്തിയവര് ആ ബാപ്പയെ അവസാനമായി അവർക്ക് വേണ്ട എല്ലാ കർമ്മങ്ങളും അവിടെ വെച്ച് ചെയ്തു കൊടുത്തു. ഇന്നും ആ കുടുംബം ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, എന്ത് ദഅവാ പ്രവർത്തനവും ആ പ്രദേശത്ത് നടത്തുമ്പോൾ ആ കുടുംബം പറയാറ്, അതിനുള്ള ചെലവ് ഞങ്ങൾ വഹിക്കുമെന്ന. ISMൻ്റെ പ്രവർത്തകർ, പ്രിയപ്പെട്ടവരെ, ഓടിച്ചെന്നത് ആ മയ്യത്ത് കബറടക്കാൻ പ്രതിസന്ധി ഘട്ടത്തിലേക്കും ഓടിച്ചെന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ISMൻ്റെ ഓരോ വകുപ്പുകളും അതിൻ്റെ പ്രവർത്തനങ്ങൾ നാടിനും സമൂഹത്തിനും ഗുണമുള്ള പ്രവർത്തനങ്ങളാണ്. വെളിച്ചം പഠന പദ്ധതി, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ ജനകീയമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയ നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. അതിൻ്റെ ലക്ഷ്യം നമ്മൾ ഓരോ സ്ഥലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വെളിച്ചം ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്ക് കണ്ടെത്തുന്നത് ആരാണെന്നറിയുമോ? ഇങ്ങ് മലപ്പുറം ജില്ലയിലുള്ള തിരൂരിലുള്ള വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. ഒരു ക്വസ്റ്റ്യനിൽ ചെറിയ പ്രയാസങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറയില്ലല്ലോ, ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണല്ലോ കാണുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുക. അപ്പോഴാണ് നമുക്കും സംശയം തുടങ്ങുന്നത്. ചോദ്യസമിതിയിലേക്ക് വിട്ടു, ഇങ്ങനെ ഒരു സംശയമുണ്ട്. അവർ പറഞ്ഞു, ശരിയാണ്, ഈ ചോദ്യത്തിന് മിസ്റ്റേക്ക് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ ഖുർആനെ ആയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും. നമ്മുടെ പദ്ധതി മൂലം നമ്മൾ കോഴിക്കോട് വെച്ച് ഈ ടൈമിൽ വിപുലമായി നടത്തി. അവിടെയും വന്നു സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ അവർ ഖുർആനെ കുറിച്ച് ചർച്ച ചെയ്തു. മഞ്ചേശ്വരത്ത്, കാസർഗോഡ് ജില്ലയിൽ പലേഡിയം ഓഡിറ്റോറിയത്തിൽ വെച്ച്, കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തി. വയനാട്ടിൽ വെച്ച് വിപുലമായ രൂപത്തിൽ നടത്തി. ഈ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് വലിയ പ്രബോധന പ്രവർത്തനങ്ങളാണ് ലക്ഷദ്വീപിൽ വെച്ച് 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ നടത്തിയത്. ഇപ്പോഴും അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മാസത്തിൽ നിങ്ങൾ കടന്നു വരണം, അവിടെ പ്രബോധന പ്രവർത്തനം നടത്തണം. വലിയ മാറ്റങ്ങളാണ് അവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വലിച്ചെറിയാൻ അവർ തയ്യാറാവുകയാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവർ നെഞ്ചോട് ചേർക്കുകയാണ് ഖുർആനെയും പ്രവാചകനെയും. അതോടൊപ്പം അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളും അവർ വലിച്ചെറിയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ISM മുന്നിൽ വെച്ച ഓരോ വകുപ്പുകളും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇവിടെ പറയുമ്പോഴും നിങ്ങൾ അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ആ വകുപ്പുകൾ നിങ്ങൾ സജീവമാക്കിയെടുക്കണം. നിരന്തരമായി ഫോളോ അപ്പ് ചെയ്യണം. ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഓരോ യൂണിറ്റുകളിലേക്കും നിങ്ങൾ കടന്നെത്തണം. തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. അള്ളാഹു അതിന് നമുക്ക് മഹാപ്രതിഫലം തരും, യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ നടത്തിയ പരിപാടികളൊക്കെ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ യൂണിറ്റുകൾ 1018 യൂണിറ്റുകളിലായിട്ട്
280ഓളം മെമ്പർഷിപ്പാണ് ഈ പ്രാവശ്യം എടുത്തിട്ടുള്ളത്. വർദ്ധിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, നമ്മുടെ അനുഭാവികളായ മെമ്പർഷിപ്പ് എടുപ്പാക്കാത്ത ഒരുപാട് ആളുകൾ, 1,00,000-ലധികം ആളുകൾ നമുക്കുണ്ട്. അവരൊക്കെ നമ്മുടെ കൂടെ നിന്ന് പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പുതിയ കടന്നു വരുന്ന ടീമിനോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങളെ പ്രയാസപ്പെടുത്തിയല്ല പോകുന്നത്. ഒന്നുമില്ലാതെ കയറി വന്ന ആളുകളാ, ഒന്നുമില്ലാതെ കയറി വരുന്ന ആളുകളാ. 1/2 കോടിയുടെ അടുത്ത് ഞങ്ങളുടെ ഫണ്ടുകളുണ്ട്. പ്രബോധന പ്രവർത്തനത്തിന് നിങ്ങൾക്ക് വേണ്ട ഫണ്ടുകളുണ്ട്, നന്മ ചെയ്യാനുള്ള ഫണ്ടുകളുണ്ട്. അതൊക്കെ സഹായിച്ചത് നമ്മുടെ ആളുകളാണ്. അവര് ഈ പ്രസ്ഥാനത്തെയും ഈ യുവജന സംഘടനയെയും അവർ സ്നേഹിച്ചത് കൊണ്ടാണ്, ഇത് ഈ നാട്ടിൽ വേണം എന്നതുകൊണ്ടാണ് അവർ ഈ രൂപത്തിൽ നമ്മെ സഹായിക്കാൻ കാരണം. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാ കാലത്തും ഓരോ നാട്ടിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച പ്രസ്ഥാനമാണ് ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ. തീവ്രവാദ സംഘടനകൾ കടന്നു വന്നപ്പോൾ, മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ കടന്നു വന്നപ്പോൾ നമ്മൾ പറഞ്ഞു പറ്റില്ല, അത് ദീനിനെതിരാണ്, അത് ഇസ്ലാമിനെതിരാണ്. രഹസ്യമായും പരസ്യമായും നമ്മൾ പറഞ്ഞു അംഗീകരിക്കില്ല. നമ്മുടെ ഈ വാക്കുകളെ, 10,000-കണക്കിന് വാക്കുകളെ ആ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായി വാർത്തെടുക്കാൻ, പ്രതികരിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു ടീമായി നമ്മൾ മാറ്റി. ഒരു കുട്ടി പോലും അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളോ നാടിന് വിരുദ്ധമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിലോ ഒരു കുട്ടി പോലും നമ്മുടെ മെമ്പർഷിപ്പുള്ള ഒരു പ്രവർത്തകനില്ല എന്ന് നമുക്ക് ഉറച്ചു പറയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ സംഘടിതമായ ഒരു ശക്തിയായി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉന്നതങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ, അതിനുവേണ്ടി വേഗത കൂട്ടാൻ ഓരോരുത്തരും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.